നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ? മനോരമ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത പ്രകാരമാണെങ്കിൽ അത് വായിച്ചാൽ അദ്ദേഹം കൈക്കൂലി വാങ്ങിയോ എന്ന സംശയമുണ്ടാവുകയാണ്. നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഈ അടുത്ത ദിവസം ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇന്നിപ്പോൾ വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷിച്ച കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകാമെന്ന സംശയമുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷേ ക്യാപ്ഷൻ വായിച്ചാൽ നമുക്കത് തോന്നത്തില്ല. ആ വാർത്തയുടെ ഉള്ളടക്കം വായിച്ചു വരുമ്പോഴാണ് നവീൻ ബാബു പെട്രോൾ പമ്പ് ഉടമയായ പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായിട്ടുള്ള സംശയം ബലപ്പെടുന്നത്. അതായത് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്ന് വലിയ ക്യാപ്ഷൻ. ഈ വാർത്ത ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്ക് ആ പറഞ്ഞ കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ടാകും. കണ്ണൂരിൽ ജീവനൊടുക്കിയ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ലെന്ന് വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷണ റിപ്പോർട്ട്. പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം ലഭിക്കാനായി അപേക്ഷ നൽകിയ TV പ്രശാന്തും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ തെളിവുകളുണ്ട്. എന്നാൽ നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിനകത്ത് വെച്ച് കൈക്കൂലി കൊടുത്തു എന്ന പ്രശാന്തിൻ്റെ വാദം സ്ഥിരീകരിക്കാൻ തെളിവില്ലെന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ വിജിലൻസ് ഡയറക്ടറേറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ 4.5 മാസത്തിന് ശേഷമാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇരുവരും സംസാരിച്ചതിൻ്റെ കോൾ ഡീറ്റെയിൽസ്, ഒരുമിച്ച് കണ്ടതിൻ്റെ CCTV ദൃശ്യങ്ങൾ എന്നിവ ഉണ്ടെന്നും ഒരേ സ്ഥലത്ത് ഇരുവരുടെയും ടവർ ലൊക്കേഷൻ അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൈക്കൂലി നൽകി എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസം പ്രശാന്ത് 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് സ്വർണ്ണ വായ്പ വഴി എടുത്തതിൻ്റെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തുക നവീൻ ബാബു കൈപ്പറ്റി എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൈക്കൂലി കൊടുത്തു എന്ന് ചാനലിൽ വെളിപ്പെടുത്തിയ പ്രശാന്തിനെതിരെയും നടപടിയെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. കൈക്കൂലി നൽകി എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രശാന്ത് വിവരം അധികൃതരെ അറിയിച്ചിട്ടുമുണ്ട്. 98,500 രൂപ കൈക്കൂലി നൽകിയെന്നായിരുന്നു പ്രശാന്തിൻ്റെ ആരോപണം. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ അന്തിമ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നവീൻ ബാബു ജീവനൊടുക്കിയത്. ഇതാണെന്ന് മനോരമ പ്രസിദ്ധീകരിച്ച വാർത്ത. അതിലെ ആദ്യ പാരഗ്രാഫിൽ കൃത്യമായി സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അതായത് അവധി ദിവസം പ്രശാന്തൻ ക്വാർട്ടേഴ്സിലെത്തി നവീൻ ബാബുവിനെ കണ്ടു. തലേ ദിവസം സ്വർണ്ണപ്പണയ വായ്പയിലൂടെ 1 ലക്ഷം രൂപ അദ്ദേഹം വായ്പയെടുത്തിരുന്നു. ഇരുവരും തമ്മിൽ ഫോണിൽ സംഭാഷണം നടത്തി. നവീൻ ബാബു അങ്ങോട്ട് വിളിച്ചതിനും തെളിവുണ്ട്. 2 പേരും ഒരേ ടവർ ലൊക്കേഷനിൽ വന്നതിനും തെളിവുണ്ട്. പക്ഷേ 2 പേർ മാത്രം സാന്നിധ്യമുണ്ടായിരുന്ന ഒരിടത്ത് വെച്ച് ഈ പണം നവീൻ ബാബുവിന് കൊടുത്തതിന് തെളിവില്ല. അത് സാമാന്യ യുക്തിയല്ലേ ആവശ്യം? ഇതേ സംഭവം നവീൻ ബാബുവിനെ മാറ്റി നിർത്തും. മറ്റൊരാൾ അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്. ആ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ഇതേ സാഹചര്യങ്ങൾ ഒത്തുവരുന്നുണ്ടെങ്കിൽ ആ പണം എന്ത് ചെയ്തിട്ടുണ്ടാകും? നവീൻ ബാബുവിനെ കാണാൻ പ്രശാന്ത് പോയതിൻ്റെ CCTV ദൃശ്യവും ക്വാർട്ടേഴ്സിൽ അവർ ഒരുമിച്ചിരുന്നതും എന്തിനാണ്? വെറുതെ രസത്തിനാണോ? സ്വാഭാവികമായിട്ടും ഇത്രയും കണ്ടെത്തലുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? കൈക്കൂലി വാങ്ങിച്ചു എന്ന കാര്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ആ പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് പറയുന്നത്. അതായത് ഇതിനെ സംബന്ധിച്ച് പരാതി നൽകിയതിന് ശേഷം അന്വേഷണം നടക്കുന്നത് ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ്. അതിനിടയ്ക്ക് രൊക്കമായി മേടിച്ച ഈ പണം മാറ്റാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. ഒരു അഴിമതി നടന്നിരിക്കാം എന്നതിൻ്റെ സകലമാന സാഹചര്യങ്ങളും ഈ റിപ്പോർട്ടിലൂടെ വെളിവാകുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പ്രശാന്തനും PP ദിവ്യയെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളെ വേട്ടയാടിക്കളയാമെന്ന് ചിന്തിക്കുന്നിടത്ത് ഇത്തരം കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ട് മാത്രമേ ചിലർക്ക് കാണാൻ കഴിയുള്ളൂ. അവധി ദിവസം പമ്പിൻ്റെ ലൈസൻസിന് അപേക്ഷിച്ചിരുന്ന ആളെ സ്വന്തം ക്വാർട്ടേഴ്സിലേക്ക് എന്തിന് വിളിച്ചു വരുത്തി? ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു? ആ സന്ദർഭത്തിലെല്ലാം എന്തിനാണ് നവീൻ ബാബു ഇയാളെ കോൺടാക്ട് ചെയ്തിരുന്നത്? ഇതിനെല്ലാത്തിലും ആ വ്യക്തി ഇല്ല എന്ന നിലയ്ക്ക് സ്വാഭാവികമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്വാഭാവിക യുക്തിയാണ്. അത്
സ്ഥിരീകരിക്കാൻ ഇന്നത്തെ പൊതുബോധം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചപ്പാട് വെച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. ആ രീതിയിലേക്ക് തീരുമാനമെത്താതിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം ഓരോ തരം വാർത്തയടിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും മനോരമ കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം, അതിൻ്റെ സാഹചര്യങ്ങൾ പ്രകാരം കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് സംശയിക്കാവുന്ന സാഹചര്യങ്ങളെല്ലാം വിജിലൻസ് കണ്ടെത്തി എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന ആരോപണം സ്ഥിരീകരിക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് എത്തിയിരിക്കുന്നത്.